അത് ചിലപ്പോൾ തോന്നാറുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നതൊന്നും അല്ല ശരിക്കും നാടകം, വേറെ എന്തോ ആവണം, ആണ് നാടകം. 2 സ്റ്റേജ് കൂടുതൽ എന്തായാലും അത് കിട്ടും, 2 സ്റ്റേജ് പോവുകയുള്ളൂ. അപ്പോൾ പുള്ളി വെച്ച ചോദ്യം, ഒരു കഥാപാത്രത്തിന് പേരിടാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നാടകത്തിന് തന്നൂടെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത കുറവാണ്. ഇന്നാളെ എഴുതി ഇന്നാളെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം വിജയിച്ച് കിട്ടിയാൽ അപ്പോൾ അതിൻ്റെ പിറകെ ട്രെൻഡിനനുസരിച്ച് പോകുന്ന അത് സിനിമകളിലും അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അവളോട്, ഒരു ത്രാസിൻ്റെ 2 തട്ടിൽ ഒന്നിൽ നാടകവും ഒന്നിൽ നിന്നെയും വെച്ചാൽ എനിക്ക് നാടകമാണ് അധികം തൂങ്ങുക. അതുകൊണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. വെരട്ടി കളഞ്ഞു. വാസുകുട്ടിയേട്ടൻ ഏകദേശം എത്രത്തോളം വേദികളിൽ നാടകം കളിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരു എണ്ണം എടുത്തില്ല. എങ്കിലും ഏകദേശമൊക്കെ നോക്കാം. എന്താണ് പറയേണ്ടത്, വർഷങ്ങളായിട്ട് ഈ 50 വർഷങ്ങളായി 50 വർഷമായി അരങ്ങിൽ തന്നെ. അപൂർവം ചില സമയങ്ങളെ പുറത്തുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ. കൂടുതൽ സമയവും അരങ്ങിലും അല്ലെങ്കിൽ അണിയറയിലുമായിട്ട് അതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ് ജീവിതത്തിന് മുക്കാൽ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരു നാടകം ഒരു 200 സ്റ്റേജൊക്കെ പോയില്ലായിരുന്നു? 334 നാടകം വരെ കളിച്ചിട്ടുണ്ട് ഞാൻ ഒരു വർഷം, ഒരു സീസണിൽ. അപ്പോൾ അതായത് അങ്ങനെ ആ ലെവലിൽ കളിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷം 3000 നാടകം അത് തന്നെയായി. 20 വർഷം 6000 ആയി, 30 വർഷം 40 വർഷമായപ്പോഴത്തേക്ക് 12,000. അങ്ങനെ അതൊരു അന്തം വിട്ട കണക്കാണ്. അതെ, അതിൽ കുറഞ്ഞു കളിച്ചാൽ നമ്മുടെ കണക്കൂട്ടലും മൊത്തം തെറ്റും. അതെ, ഈ ഒരു സീസണിൽ കളിക്കുന്നതുകൊണ്ടാണല്ലോ കുടുംബത്തിൻ്റെ. അത് നമ്മൾ നീക്കി വെക്കും, മക്കളുടെ വിദ്യാഭ്യാസം, ആഹാരം. കാരണം ഓഫ് സീസൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. ഉണ്ട്. ഞാൻ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ കുരങ്ങൻ്റെ വീട് വെക്കൽ പോലെയാവുന്നു. അതെങ്ങനെയാട്ടാ? അത് ഈ പറയുക, കുരങ്ങൻ വിചാരിച്ചാൽ ഏറ്റവും നല്ല കൂടും വീടും ഒക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള കായികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ പുള്ളി അത് ചെയ്യില്ല എന്നാണ് പറയണത്. മഴ വരുമ്പോൾ ഏതെങ്കിലും മരപ്പൊത്തിൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പറയും, അടുത്ത വർഷം എന്തായാലും നമുക്ക് ചെയ്യണം, വീട് വയ്ക്കണം. മഴ പോയി പുള്ളി വീണ്ടും ചാടി മരത്തിൽ കയറി അങ്ങനെ മറ്റു മരങ്ങളിൽ ചാടി ഓടി നടക്കും. പിന്നെ അടുത്ത മഴയ്ക്ക് അങ്ങനെയാണ് നാടകക്കാരുടെ വീട് വെപ്പെന്ന് ഞാൻ പറയാറ് സാധാരണ. അതിൽ നിന്ന് ഒരു മാറ്റം പോലെ ഉള്ളത് വെച്ച് ശരിക്കും വേറൊരു നാട്ടിൽ വന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ചേട്ടാ, അങ്ങനെ ഈ നാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കണ്ണൂരിൽ നിന്നുള്ള ചേട്ടൻ്റെ വരവ്. ഇന്നും അറിയപ്പെടുന്നത് കണ്ണൂർ വാസുകുട്ടി. പക്ഷേ അനന്തപുരി ചേട്ടനെ ഹൃദയപൂർവ്വം സ്വീകരിക്കും. തീർച്ചയായും. എന്ത് തോന്നുന്നു ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ തെക്കിൻ്റെ ദേശത്തെക്കുറിച്ച്? ഞാനത് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. പെരുപ്പംകൂട് മുരളി സാറ് തന്നെ പറയും, ഈ അനന്തപത്മനാഭം കിടക്കുന്നത് നാട്ടുകാരെ പേടിച്ചിട്ടാണെന്ന്, കാലുവാരിയിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണ് എന്നാണ് പറയുക. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വിതച്ചതേ കൊയ്യുള്ളൂ. നമ്മൾ ഏത് രീതിയിൽ സമീപിക്കുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് തന്നെയാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഇന്ന നാട് ഇങ്ങനെയാണ് ഇല്ല. അപ്പം നല്ലവരും ചീത്തയും ഒക്കെ എല്ലായിടത്തും തുല്യത തന്നെ. ഉറപ്പല്ലേ. അല്ല, ഈ തിരുവനന്തപുരത്തുകാരെയും പാമ്പിനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം തിരുവനന്തപുരത്ത് തന്നെ അടിച്ചു കൊല്ലണം എന്നൊക്കെ പറയുന്ന ഇതിൽപ്പെട്ടതാണ്. അത് ചില അനിഷ്ട സംഭവങ്ങൾ പിന്നെ എല്ലാം അങ്ങനെ സൈഡ് ആയി പോകുന്നതായിരിക്കാം. ചേട്ടൻ ഇനി തീർച്ചയായിട്ടും ഒരു മനസ്സിൽ വാർദ്ധക്യം കലാകാരനെ ബാധിക്കുന്നതായിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ശാരീരികമായിട്ട് ശരീരത്തിൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിലും ചേട്ടൻ്റെ ഒരു നടക്കാതെ പോയ സ്വപ്നം എന്താണ്? അങ്ങനെയൊന്നുമില്ല. ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാടകം സംവിധാനം ചെയ്യുവാൻ? അത് ചിലപ്പോൾ തോന്നാറുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നതൊന്നും അല്ല ശരിക്കും നാടകം, വേറെ എന്തോ ആവണം, ആണ് നാടകം. അത് ചേട്ടൻ്റെ മനസ്സിലുണ്ട്? ഇല്ല, പ്രിപ്പയർഡ് ആയിട്ടില്ല. പക്ഷേ ഈ ചെയ്യുന്നതൊന്നും അല്ല, ഇതിന് മുകളിലേക്ക് മറ്റൊരു തലത്തിലേക്ക് നാടകം എത്താൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അതിന് എന്താണ് തടസ്സം? എന്താണ്? അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു നാടകം വന്നാൽ ചിലപ്പോൾ ചെയ്യും, കയ്യിലെത്തിപ്പെട്ടാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കും. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന നമ്മളെ
എപ്പോഴും എന്താണ് പറയേണ്ടത്, ഈ വാണിജ്യപരമായിട്ട് തന്നെയാണ് ചിന്തിക്കാറ്. തീർച്ചയായും അതങ്ങനെ ഇപ്പോൾ എഴുത്തുകാരനോടായാലും നമ്മൾ പറയും അത് മുരളി അതങ്ങനെ പോയാൽ ശരിയാവില്ല, അതിൽ നമുക്ക് അത്രയും ചിലവ് കൂടും. കാരണം ഓരോന്നും അങ്ങനെ തന്നെയാണ്. ഓർമ്മയുണ്ടാവും നമ്മുടെ ഫസഹ് നാടകമൊക്കെ. അത് പിന്നെ കേരളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു മലയാള നാടകം ഇല്ല. മാത്രമല്ല ഈ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ കണക്കെന്താണെന്ന് പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് ഉത്സവം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഓ അതല്ലേ? 2 ദിവസം കൂടി ഉത്സവം വെക്കാം ഈ നാടകത്തിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട്. ഇന്നിപ്പം അത്തരം സബ്ജക്റ്റ് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കറക്റ്റ്. അത് തിരസ്കരിക്കപ്പെടും. കറുപ്പും വെളുപ്പും പോലും പ്രശ്നം. അപ്പോൾ ഇന്നത് എഴുതാം, ഇന്ന് മേരാനാൻ ജോക്കർ എന്ന് പറഞ്ഞ സംസ്കൃതിയുടെ സൂപ്പർ ഹിറ്റായിട്ട് കൂടി ഒരു നാടകമുണ്ട്. അതെ അതെ അതെ, എൻ്റെ പരമാവധി കടങ്ങൾ വിടപ്പെട്ട നാടകമായിരുന്നു. ഞാൻ നാവായിക്കുളം ക്ഷേത്രത്തിൽ വെച്ച് കണ്ട നാടകമാണ്. അതിഗംഭീര നാടകമാണ്. അതിൽ നായകൻ്റെ ഭാര്യയുടെ പേര് ഐഷു എന്നാണ്. ഇയാൾ ഹിന്ദു, അവൾ. അതെ. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചു നോക്കിയിട്ട് അതുകൊണ്ട് ഗുണം വലിയത് കിട്ടുന്നില്ല. ഇല്ല. അപ്പോൾ ജനങ്ങളിലേക്ക് ആ ചിന്ത എത്തുന്നില്ല. ഇല്ല. അപ്പോൾ ഞാൻ രചനയോട് ചോദിച്ചു, ഇങ്ങനെ അതിന് വേണോ, നമുക്ക് മാറ്റിക്കൂടെ? 2 സ്റ്റേജ് കൂടുതൽ എന്തായാലും അത് കിട്ടൂല, 2 സ്റ്റേജ് പോവുകയുള്ളൂ. അപ്പോൾ പുള്ളി വെച്ച ചോദ്യം, ഒരു കഥാപാത്രത്തിന് പേരിടാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നാടകത്തിന് തന്നൂടെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ ഭഗവാനെ. ചേട്ടാ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ചേട്ടൻ ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് പല സമിതിക്ക് വേണ്ടി. ഈ രചയിതാവിൻ്റെ സ്ക്രിപ്റ്റിൽ അങ്ങനെ സംവിധായകൻ ശക്തമായ ഇടപെടൽ നടത്താറുണ്ടോ? ശരിക്കും സംവിധാനം എന്ന് പറയുന്നത് പുനഃസൃഷ്ടി തന്നെയാണ്, ആണല്ലോ. അതെ, തീർച്ചയായും. സൃഷ്ടിക്ക് മുകളിൽ പുനഃസൃഷ്ടി തന്നെയാണ് സംവിധാനം. അപ്പോൾ ചിലതങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യും. അത് രചയിതാവിൻ്റെ പെർമിഷനോട് കൂടി ആയിരിക്കുമോ? പെർമിഷനോട് കൂടി തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പരമാവധി അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നുള്ളതാണ്. ചിന്നപ്പാപ്പാൻ്റെ ഏറ്റവും വലിയ വിജയത്തിനുള്ള ഒരു ഘടകം അതായിരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ. കാരണം ഞാൻ വായിക്കും, എന്നിട്ട് സൈഡിൽ രേഖപ്പെടുത്തും, സുരേന്ദ്രന് തിരിച്ചു കൊടുക്കും. അവൻ വലിയ മനസ്സോടെ അത് സ്വീകരിച്ചിട്ട് അത് ചെയ്തു തരും, വീണ്ടും കൊടുക്കും, വീണ്ടും ചെയ്തു തരും. ശരി. അങ്ങനെ യാതൊരു ഇതുമില്ല, ഈഗോ ഇല്ലാതെ. നല്ല നാടകങ്ങൾ, ഒരുപാട് നാടകങ്ങൾ. ഇപ്പോൾ നമ്മുടെ കോമൽക്കിനാവ് എന്ന നാടകം പ്രവാസിയായിട്ട് വക്കം ജയലാൽ ഏട്ടൻ കൊണ്ട് കളിച്ചായിരുന്നു. ചേട്ടാ, ഈ ഒരു പുതിയ നാടക കാലഘട്ടത്തിൽ ഒരു നാടക മാഫിയ യഥാർത്ഥത്തിലില്ലേ? ഇന്നയാൾ എഴുതുന്ന നാടകം ഇന്നയാൾ സംവിധാനം ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പഴയകാല ചില നാടക രചയിതാക്കൾ ഇങ്ങനെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ജഡാവസ്ഥയിലേക്ക് നീങ്ങുന്ന അങ്ങനെ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു ബെൽറ്റ് ഉണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മൾ പരമാവധി അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, വാസുട്ടേട്ടൻ ഈ 20 വയസ്സ് മുതൽ ഈ പ്രായം വരെ സജീവമാണ്. അങ്ങനെ ചിലർ തൂലികയ്ക്ക് ഇടമില്ലാതെ വീടുകളിൽ ഇരിക്കുന്നൊരവസ്ഥയുണ്ട്. കഴിവ് കേടുകൊണ്ടല്ല, അങ്ങനെ ഒരു ഒതുക്കപ്പെടൽ നാടകത്തിലും ഉണ്ടല്ലേ? ഉണ്ടാവുമായിരിക്കും. ഈ ഒരു നാടകം ഇന്നാൾ എഴുതി ഇന്നാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം വിജയിച്ച് കിട്ടിയാൽ അപ്പോൾ അതിൻ്റെ പിറകെ ട്രെൻഡിനനുസരിച്ച് പോകുന്ന അത് സിനിമകളിലും അത് അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മാറ്റി നിർത്തപ്പെടും ചിലപ്പോൾ. അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ എടുത്താൽ തീരാത്തതൊന്നുമില്ലല്ലോ. ഇല്ല, അതിന് കണക്കായിട്ട് നിറയ്ക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടിയിലും ആ പരിമിതികൾ വരുന്നുണ്ടാവാം. അതും ഒരു കാരണമാണ്. അതും നമ്മുടെ നാടകത്തിലെ കലാകാരന്മാർക്ക് അർഹമായൊരു പരിഗണന ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലേ? ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. കാരണം സ്ഥിരമായിട്ട് കളിക്കാൻ വേണ്ടി നാടകശാലകളില്ല. അതാണ് ഏറ്റവും വലിയ. എല്ലാവരും അത് പ്രസംഗിക്കും, അങ്ങനെ അതില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അതില്ലാത്ത തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ലൊരു തിയേറ്റർ ഉണ്ടോ? ഇല്ല, റിഹേഴ്സൽ എടുക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല. ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്തു വരുന്നെല്ലാം പറഞ്ഞായിരുന്നു. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ആദ്യം അത് പറഞ്ഞായിരുന്നു. 10 വർഷം ആവാറായി. അത് നടന്നില്ല. ഒന്നും നടക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം നട ഇറക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ എനിക്കടക്കം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 2 കോടി രൂപ മൊത്തത്തിൽ. അതെ. എന്നിട്ട് 4 ലക്ഷം രൂപ വീതം ഓരോ സമിതിയും കൊടുത്തു. അതിൽ നിന്നാണ് ഞാൻ ഈ വർഷത്തെ ഈ ബോധ്യവൃക്ഷത്തണൽ എന്ന് പറയുന്ന നാടകം, അതുകൊണ്ടാണ് ഇറക്കാൻ കഴിഞ്ഞത് ശരിക്കും. പക്ഷേ ബോധ്യവൃക്ഷത്തണലിൽ കേരളത്തിൽ എല്ലായിടത്തും നിറഞ്ഞു കളിച്ചു. അതെ, കളിച്ചു. ചേട്ടാ, എനിക്ക് എൻ്റെ അങ്ങനെ ഞാൻ വേദിയിലാണ് ചേട്ടനെ അഭിനയം കണ്ടിട്ടുള്ളത്. നമ്മുടെ അപ്പം ആ ബോധ്യവൃക്ഷത്തണലിൽ ഏതെങ്കിലും ഒരു സീൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ, എനിക്ക് എൻ്റെ മനസ്സിൽ എന്നെ മായാതെ നിൽക്കുന്നത് നമ്മുടെ ടെറസിൽ ഒരു ഇടം ചേട്ടന് വേണ്ടി തരുമല്ലോ, അവിടെ തന്നിട്ട് ചേട്ടനെ ഇങ്ങനെ മരുമോള് ഇങ്ങനെ അപ്പോഴും ചേട്ടൻ അമ്മ എന്ന് വിളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ഞാൻ വല്ലാതെ, അത് ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ആ ഒരു ഡയലോഗും. സാധാരണ ഇതിൽ ഈ മിമിക്സുകാർ സിനിമയിലേക്ക് ഭയങ്കരമായിട്ട് പോകും. നാടകക്കാർ ഇങ്ങനെ നിന്ന് പോകും. എല്ലാ നാടകക്കാരും അല്ല, ചില നാടകക്കാർ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം സംവിധായകൻ്റെ അടുത്ത് ചെന്നിട്ട് സംവിധായകൻ എന്തെങ്കിലും ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അവർ ഇൻസ്റ്റൻ്റായിട്ട് അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പാടുള്ള കാര്യമാണ്. അല്ല, ഒരു ഡയലോഗെങ്കിലും ഞാൻ പറയുന്നത്, ഒന്നിതിൽ അങ്ങനത്തെ ശക്തമായ ഡയലോഗുകളില്ല. ആക്ഷൻസ് ആണ് അല്ലേ? നല്ല ഡയലോഗ്സുകളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. മുൻ നാടകങ്ങളിൽ ഉള്ള ഡയലോഗ്സ് പറയാന്ന് വെച്ചാൽ എൻ്റെ ഒരു കഴിവുകേട് ശരിക്കും പറഞ്ഞാൽ. പുതിയ നാടകം പഠിക്കുമ്പോൾ പഴയത് വാനിഷ് ആവും ശരിക്കും. ഒന്നും ഓർത്ത് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു ചെറിയ പോർഷനെങ്കിലും. അച്ഛൻ എന്നും ഒരു കാവൽക്കാരനാണ്. അത് ഞാൻ മാത്രമല്ല, കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാരും കാവൽക്കാരൻ. കുടുംബമെന്ന ശ്രീകോവിലിൻ്റെ കാവൽക്കാരൻ. അവൻ ആദ്യം അച്ഛനായി, പിന്നെ അപ്പൂപ്പനായി, മുത്തശ്ശനായി, മുതുമുത്തശ്ശനായി. വിളിപ്പേരിൽ വകഭേദങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു വന്നാലും ജോലി കാവൽ തന്നെ, തലമുറകളുടെ കാവൽ. കാരണം അതിൽ പറയുന്ന ഇത്തിരി ലെങ്ത് ആയിട്ടുള്ളൊരു ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ. വാസുകുട്ടിയേട്ടൻ്റെ ഈ ലൈവ് പെർഫോമൻസ് ആണ് ഈ എല്ലാവർക്കും ഇഷ്ടം. വാസുകുട്ടൻ പലപ്പോഴും അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല. നാടകത്തിനിടയിൽ തന്നെ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ അതെയോ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, സ്ക്രിപ്റ്റഡ് അല്ലാത്ത. അതൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വന്നതാണോ അത്? അതെ അതെ, നമ്മളറിയാതെ വരുന്നതാണ് ശരിക്കും. പിന്നെ ബോധപൂർവം ചെയ്തിട്ട് അതല്ലാത്ത രീതിയിൽ ആക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. വാസുകുട്ടിയേട്ടാ, ഞങ്ങൾ വാസുകുട്ടിയേട്ടനെ തന്നെ കാണാൻ വന്നത് നമ്മുടെ ചാനലിൽ ഇപ്പം പഴയ ഒരുപാട് നാടകക്കാരുണ്ട്. വാസുകുട്ടിയേട്ടൻ അന്നും ഇന്നും സജീവമാണ്. അപ്പം അങ്ങനെ ഒരു കാലത്ത് അരങ്ങിനെ ജ്വലിപ്പിച്ച് നിർത്തിയിരുന്നത്. സത്യം പറയട്ടെ വാസുകുട്ടിയേട്ടാ, ചില വീടുകളിൽ പട്ടിണിയാണ്, വിശ്വസിച്ചേ പറ്റൂ. ഈ ചില പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അരങ്ങിൽ കോടിപ്രഭുവായിട്ട് അഭിനയിച്ചവർ അന്നത്തിന് വകയില്ലാതെ കിടക്കുന്ന അവസ്ഥ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു ചാനൽ ധർമ്മം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇത്തരക്കാരെ പോയി കാണുകയും അവർക്ക് പറയാനുള്ളത് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു 100% ഉറപ്പോടുകൂടി പറയാം, മലയാളത്തിലെ ഇന്നത്തെ ഒരു നാടക ഗുരുവായിട്ടുള്ള, അതല്ല എന്നുണ്ടെങ്കിൽ നന്മയുടെ ഓരം ചേർന്ന് നടക്കാൻ ഇഷ്ടപ്പെട്ട, നാടകത്തെ ഒരുപാട് പ്രണയിച്ച, വടക്ക് നിന്നെത്തി തെക്കിൻ്റെ മനം കവർന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ നാടകക്കാരൻ വാസുകുട്ടിയേട്ടനോട് കുറച്ച് സമയം ചെലവഴിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. സന്തോഷം. അപ്പോൾ അത് ഇന്നലത്തെ ഉറക്കച്ചടമുണ്ട് അല്ലേ? എങ്കിലും പിന്നെ അതും ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ വാസുകുട്ടിയേട്ടൻ കരുതുന്നു. ഇന്നലെയും എനിക്ക് നാടകം കളിക്കാൻ പറ്റിയ ഭാഗ്യം. ഇന്നും കളിക്കും, ഇന്നുമുണ്ട്. ഇനി പോവുകയും വേണം ചേട്ടന്. അത് പിന്നെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം പറയുകയാണ്, ചേട്ടൻ മലയാളത്തിനൊരു അഭിമാനം തന്നെയാണ്. ഞാനൊരിക്കലും ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. കാരണം ഞാനൊരു ഇൻ്റർവ്യൂ ഒന്നും ചെയ്യാൻ വന്ന ആളല്ല. ഞാനൊരു നാടകപ്രവർത്തകനാണ്, നാടകപ്രേമിയാണ്. വാസുകുട്ടിയേട്ടൻ്റെ ഒരുപാട് നാടകങ്ങൾ ഗൾഫിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്. അർഹമായ അംഗീകാരങ്ങൾ, നാടകപ്രേമികളുടെ പരിഗണനയും സ്നേഹവും അത് വേറെ.
അതല്ലാതെയുള്ള അംഗീകാരങ്ങളും പ്രശസ്തികളുമൊക്കെ വാസുകുട്ടിയേട്ടനെ തേടി എത്തും എന്ന് 100% വിശ്വസിക്കാം. എന്തായാലും ഇത്രയും നേരം ഏറ്റവും സൗഹാർദ്ദത്തോട് കൂടിയിട്ട്. പിന്നെ ചേട്ടാ, കുടുംബത്തെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞ്. കുടുംബം ഭാര്യയും 2 മക്കളുമാണ്. ആ ആ നല്ല രീതിയിൽ പോകുന്നു. ഈ പറഞ്ഞ പോലെ അതാണ് അവരുടെ വലിയ സപ്പോർട്ടാണ്. അതെ അതെ അതെ. ആദ്യ ഇതിൽ ഞാൻ ആ പുസ്തകത്തിൽ പരാമർശിച്ചൊരു കാര്യമാണ്. അന്ന് ഹൗസ് പെയിന്റിംഗ് ആയിരുന്നു പ്രൊഫഷൻ. അതെ 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 അതെ. കുറേശ്ശെ വരയ്ക്കുക, ചിത്രം വരയ്ക്കുക എല്ലാം ഉണ്ട്. അപ്പോൾ അവള് അമ്മയുടെ മൗനാനുഭവത്തോട് കൂടിയിട്ട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ വാസുചേട്ടാ നമുക്ക് നാടകത്തിന് പോകണ്ട, നമുക്ക് ഈ ഉള്ളത് കൊണ്ട് ജീവിക്കാം, പിന്നെ ജീവിക്കാം. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, അത് ഒരിക്കലും ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തൊരു പറച്ചിലാണത്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു അവളോട്, ഒരു ത്രാസിൻ്റെ 2 തട്ടിൽ ഒന്നിൽ നാടകവും ഒന്നിൽ നിന്നെയും വെച്ചാൽ എനിക്ക് നാടകമാണ് അധികം തൂങ്ങുക. അതുകൊണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. വെരട്ടി കളഞ്ഞു. അത്ര ഗൗരവമായിട്ട് വാസുവിന്റെ ഹൃദയത്തെ ബാധിച്ചു. അത് അല്ല, ഇങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല. ശരിക്കും ഞാൻ പറയാ, ഈ നാടകമില്ലാത്ത തന്നെ വെള്ളത്തിൽ ജീവിക്കേണ്ട മത്സ്യത്തിനെടുത്ത് കരക്കിട്ട് പോലെയാണ്. ചിന്തിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരവസ്ഥ. അതെ അതെ അതെ. ഇപ്പോഴും ഇവിടുന്ന് ഫോഴ്സ് വരാറുണ്ട്, മക്കളും വയസ്സായില്ലേ, ഇനി അടങ്ങിയിരുന്നൂടെ. അല്ല, അങ്ങനെ നാടകത്തിന് പോണം നിർബന്ധമില്ലല്ലോ. അങ്ങനെ ഒരു കുടുംബ സാഹചര്യം ഇല്ല. ഇല്ല, ഇപ്പോഴില്ല. ഇല്ല ഇല്ല. പക്ഷേ നമുക്കതില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത അത് കോടികളുടെ ജനഹൃദയ സമ്പത്താണ്. മാത്രമല്ല, ഈ ഒരു നാടകം ഉണ്ടെങ്കിൽ രാവിലെ മുതൽ തുണി അയൺ ചെയ്യാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും ഉത്സാഹം. അതെ അതെ അതെ. ഇന്ന് വൈകുന്നേരം പിന്നെ സ്റ്റേജ്, പിന്നെ അവിടെയുള്ള പരിചയക്കാർ, ഇപ്പോഴും വാസുകുട്ടിയേട്ടനെ ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, നാടകത്തിൽ ഓരോ ഡയലോഗ് പറയുമ്പോഴും കിട്ടുന്ന അധിക ഊർജ്ജം, പിന്നെ വാസുകുട്ടിയേട്ടൻ്റെ എല്ലാ നാടകങ്ങളും മെസ്സേജ് ഓറിയന്റഡ് കൂടെ ആയതുകൊണ്ട് ഒരു നാടകം കഴിഞ്ഞ് വന്ന് പറയാൻ ആൾക്കാരിങ്ങനെ വന്ന് പറയും. അതെ അതെ, അതിൻ്റെ ഒരു ആത്മസംതൃപ്തി. നമ്മൾ വല്ലാണ്ടായിപ്പോയി. ഈ നാടകം കളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ വല്ലാത്തൊരവസ്ഥ. അതെ 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 അതെ. അത് ഒരു പെരുമ്പാവൂർ ആ ഭാഗത്ത് സിനിമാക്കാരൊക്കെ ഉണ്ടായിരുന്നു നാടകം കാണാൻ. അങ്ങനെ നാടകം കഴിഞ്ഞിട്ട് ഈ സിനിമാക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു അച്ഛനും 2 മക്കളും, 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിക്ക് 10 വയസ്സ് പ്രായമുണ്ടാവും. ഇവർ വന്ന്, അച്ഛൻ വന്ന് തന്നെ ആലിംഗനം ചെയ്തു, മോളും വന്ന് ആലിംഗനം ചെയ്തു. അപ്പം മറ്റേ മുതിർന്ന കുട്ടിയായതുകൊണ്ട് ആലിംഗനം ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ആ ഹൃദയം ഇങ്ങനെ എനിക്ക് മനസ്സിലായി, ആ കുട്ടിയെ ഹഗ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടേക്കാണ് എത്തിയത്. ആ കുട്ടി ആഗ്രഹിക്കുന്നു. അവസാനം ഞാൻ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ഒരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛനെ നല്ലോണം നോക്കണം, മറ്റുള്ള വേറൊന്നും. അങ്ങനെ ഒരു അവസ്ഥ ഈ നാടകങ്ങളിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എനിക്കത്. കാരണം അവർ വല്ലാണ്ട് കുരുങ്ങിപ്പോകുന്നതാണ്. എന്തായാലും പുതിയ നാടകം പിന്നെ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥയുടെ നേർസാക്ഷ്യമാണ്. കേരളം ഒരു വലിയ വൃദ്ധസദനമായി മാറുന്നു. ഒരൊറ്റ ആളില്ല ചേട്ടാ പുതിയ തലമുറയിൽ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവര്. ഈ അച്ഛനാര് നോക്കും, അമ്മയാര് നോക്കും, നമ്മുടെ സംസ്കാരം ആര് നിലനിർത്തും? ഇതൊക്കെ കുറെ പണത്തിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടും. ഈ കഥാപാത്രം ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. എന്നിട്ട് വേറെ ആളോട് ചോദിക്കുന്നു, ഈ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരുടെ ഫോൺ എടുക്കാത്തതെന്ന് കാനഡയിൽ നിന്ന് മോനാ വിളിക്കണേ. വിളിച്ചാൽ എന്താ പറയാ, എന്തുണ്ട് എന്തുണ്ട്, അവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതും ഒരു മോനാ, കാനഡയിലെ ഞാൻ പ്രസവിച്ച മോൻ, ഇതൊരു ബംഗാളിയാണെന്ന്. ഈ നാടകത്തിലെ സിറ്റുവേഷൻ ആണ്. അത് ഗംഭീരമാവും. അവനാണിപ്പം മകൻ. അതെ അതെ. സ്നേഹം നൽകുന്നത്, പരിചരിക്കപ്പെടുന്ന ആരും അവർ തന്നെയല്ലേ ബന്ധു. അതെ, ഇപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ശക്തമായ രീതിയിൽ. അപ്പോൾ അരങ്ങിൻ്റെ ഒരു ഒരു അതിശക്തമായ അവതരണം തന്നെയാണ്. തീർച്ചയായും. പേരെന്താ ഏട്ടാ നാടകത്തിൻ്റെ? നാളത്തെ കേരള. എന്തായാലും നാളത്തെ കേരള പിന്നെ ഒരു വലിയ സന്ദേശമായി മാറട്ടെ. ഈ എനിക്ക് ഒന്നുകൂടെ വാസുകുട്ടിയേട്ടനെ വന്ന് ഇങ്ങനെ അടുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്കും DNA ചാനലിനും സത്യത്തിൽ സന്തോഷം, ഒരുപാട് സന്തോഷം. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ വ്യക്തിത്വത്തെയും നിങ്ങളെ നാടകത്തെയും ഭയങ്കര ഇഷ്ടമാണ്. രായ സാറൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും. അതെ അതെ, എപ്പോഴും കാണുമ്പോഴും പറയും,
ചില പേരുകൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇനി വാസുട്ടേട്ടന് ഇത് ടെലികാസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെയുള്ള അപ്പോൾ പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് വാസുട്ടേട്ടൊന്ന് ഇടപെട്ടൊന്ന് മുട്ടിച്ചേരണം. തീർച്ചയായും അവരെയൊക്കെ നമുക്ക് ഒന്ന് കൊണ്ടുവരണം. ചിലരെയൊക്കെ പുതിയ തലമുറ അറിയണം. ഇപ്പോൾ ഈ വാസുട്ടേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് പറയാം, ഡേ ഇന്ന് പ്ലേ ഉണ്ട്, ഇല്ലേ മറ്റന്നാൾ അവിടെ കളിയുണ്ട്, പോയി കാണേ എന്ന് പറയാം. പക്ഷേ മറ്റേയൊക്കെ ഓർമ്മകൾ പേറി ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് ചാനലിലൂടെ കൊണ്ടുവരണം. ഞാൻ അറിയിക്കോട്ടെ. സന്തോഷം. കുടുംബമില്ലാത്തതുകൊണ്ട് ചോറിനെ വിളിക്കുന്നില്ല. ശരി ചേട്ടാ, സന്തോഷം, ഒരുപാട് സന്തോഷം.